ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വേദവായന ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ വേദപ്രമാണം തുടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ എപ്പോഴും ആശിപ്പിക്കണമേ. ആമേൻ. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വച്ചിരുന്നു. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി. 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ലു നീക്കി. യേശു മേലോട്ട് നോക്കി. പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരും വിശ്വസിക്കേണ്ടതിനാൽ അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറെ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടുകഴിപ്പിൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. പാർക്കുന്നു. Saint Hilary has commented on this saying, when he was about to restore Lazarus, he prayed to the Father. But he did not need to pray. But for the benefit of the people standing nearby, I said it, that they may believe that he has sent me. He prayed then for us so that we might know that he is the Son. His prayer did not benefit himself, but benefited our faith. He did not need any help, but we needed instruction. ഞാൻ നോമ്പിലെ പ്രാർത്ഥനകളുടെ ഒരു ചെറിയ ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പരിശുദ്ധിക്ക് ഭംഗമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി നോമ്പ് മാറ്റാനായ മിശിഹ, നിനക്ക് ഇഷ്ടമാകുന്ന പ്രകാരം നോമ്പ് മാറ്റാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണം. എല്ലാ സൃഷ്ടികളെയും പോറ്റുന്നവനായിരിക്കെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വനത്തിൽ വെച്ച് വിശുന്നവനായ കർത്താവെ, വയറിനെ സ്നേഹിക്കാതെ നോമ്പ് മാറ്റാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവെ, വെടിപ്പോടെ നോമ്പ് നോൽപ്പാൻ സന്തോഷത്തോടെ നിന്റെ നോമ്പിനെ എതിരേൽപ്പാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. പാർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നോമ്പ് നിനക്ക് ഇഷ്ടമുള്ളതായിരിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ അകൃത്യങ്ങളെല്ലാം മോചിക്കുകയും ചെയ്യണമേ. സൗമ്യകാലസ് കുറിയലായിസ്വാൻ. സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള പ്രധാന ആയുധമാകുന്ന നോമ്പെ സമാധാനത്തോടെ വരിക. മൂശ 40 ദിവസം നോമ്പ് മാറ്റൂ. നമ്മുടെ കർത്താവ് 40 ദിവസം നോമ്പ് മാറ്റൂ. നോമ്പാലും പ്രാർത്ഥനയാലും സാത്താനും വായിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചവനായ മിശിഹ തമ്പുരാൻ സ്തുതി. പാർക്കുന്നു. നോമ്പ് മൂലം മൂശ ദൈവത്താൽ എഴുതപ്പെട്ട കൽപ്പനകളെ പ്രാപിച്ചു. നോമ്പിനാൽ ഏലിയ ദൈവേഷനായി തീരുകയും ആകാശവും ഭൂമിയും അവനെ അനുസരിക്കുകയും ചെയ്തു. അസൂയയെയും കുരുളയെയും മറ്റു തിന്മകളെയും പിടിഞ്ഞ് നോമ്പ് നോക്കുകയും പ്രാർത്ഥിക്കുകയും തൻ്റെ നടപടികളാൽ കർത്താവിനെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാകുന്നു. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് ഒരു വാക്ക് സംസാരിക്കാനുള്ളത് മറ്റൊന്നുമല്ല. ഈ നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്ന പ്രാർത്ഥനകളാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വചനങ്ങളെയും ആസ്പദമാക്കിയാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഗീതങ്ങളും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, എനിക്കൊരു വാക്ക് പറയാനുള്ളത്, നോമ്പ് ആചരിക്കാതിരിക്കുക, ഉപവസിക്കാതിരിക്കുക, അതിനേക്കാൾ വലിയ പാപവും ശാപവും ആയിരിക്കും നോമ്പിനെ പരിഹസിക്കുന്നത്. വിശുദ്ധ വചനത്തെ പരിഹസിക്കുന്നതിന് തുല്യമായിരിക്കും. വിശുദ്ധ മാമോദീസായിലൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ മശിഹായെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ആ സ്വീകരിച്ച നമ്മൾ നോമ്പിനെ പരിഹസിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ വളരെ പ്രത്യേകമായി നോമ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ പിതാക്കന്മാർ എഴുതിയിരിക്കുന്നു. ഞാൻ അല്പം ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ, പരിശുദ്ധ പിതാക്കന്മാർ ഉപന്യാസം എഴുതിയതല്ല, കഥാരചയിതാക്കളല്ല, സിനിമാ നിർമ്മാതാക്കളല്ല. അവർ പരിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വചനത്തെയും ആസ്പദമാക്കി നമുക്ക് എഴുതി തന്നിരിക്കുന്ന, ക്രമീകരിച്ച് തന്നിരിക്കുന്ന പ്രാർത്ഥനകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപവാസത്തെയും നോമ്പിനെയും പരിഹസിക്കുന്നത് നോമ്പ് നോക്കാതിരിക്കുന്നതിനേക്കാൾ വലിയ ശാപവും പാപവുമായിരിക്കുന്നു എന്ന് വിശുദ്ധ മാമോദീസ സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണെന്ന് ഞാനും ഉൾപ്പെടുന്ന സമൂഹത്തോട് ഓർമ്മിപ്പിക്കുന്നു.